നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ഒരു സംഘടനയുടെ പൂർണ്ണ സമയ പ്രവർത്തകനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. മെമ്പർഷിപ്പ് എടുത്തു, അതിൻ്റെ സംസ്ഥാനതല ഭാരവാഹിത്വവും ഏറ്റെടുത്തു എന്ന് പറയുന്ന ആ ഒരു വലിയ സന്തോഷ വാർത്ത, ആ ഒരു വലിയ കർത്തവ്യത്തിന്റെ ആ വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഈ ഒരു 47 വയസ്സിനിടയ്ക്ക് ഞാൻ ഇതുവരെ ഇത്തരത്തിൽ ഒരു സംഘടനയുടെയും പൂർണ്ണ സമയ പ്രവർത്തനം ഏറ്റെടുത്തിട്ടില്ല. ഭാഗികമായിട്ട് എല്ലാ പ്രവർത്തനത്തിനും ചുക്കാൻ പിടിക്കുക, അതല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ നിന്നുകൊണ്ട് അതിന്റെ വിജയത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നത് മാത്രമായിരുന്നു ഇത്രയും നാൾ ചെയ്തിരുന്നത്. അത് മറ്റൊരു സംഘടനയുമല്ല, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പ്രവീൺ ഭായ് തൊഗാഡിയ എന്ന് പറയുന്ന ഒരു ധീരനായിട്ടുള്ള ഒരു നേതാവ്, അദ്ദേഹം 2018 തുടങ്ങിയിട്ടുള്ള അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന AHP എന്ന് പറയുന്ന സംഘടന. ഈ AHP എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ശബരിമല വിഷയത്തിൽ ശബരിമല ആചാര അനുഷ്ഠാന ലംഘനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന രീതിയിൽ ഇവിടത്തെ വർഗവഞ്ചകരായിട്ടുള്ള ഹിന്ദു വിരുദ്ധരായിട്ടുള്ള ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും ദുരാചാരങ്ങൾ നശിച്ചു എന്ന് തങ്ങളുടെ അണികളോട്, ഹിന്ദുക്കളായിട്ടുള്ള അണികളുടെ തലയിൽ കുത്തി നിറച്ചുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുവിനെ അടിമ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ഒക്കെ ആക്കി മാറ്റിയിട്ടുള്ള ഇവിടുത്തെ ഭരണകൂട ഭീകരത, ആ ഭീകരർ ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി കോടതി ഉത്തരവിന്റെ മറപറ്റിക്കൊണ്ട് രംഗത്ത് വന്ന സമയത്ത് ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഈ പറയുന്ന അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് AHP തന്നെയായിരുന്നു. അതിന് നേതൃത്വം കൊടുക്കണമെന്ന് കേരളത്തിലെ കാര്യകർത്താക്കന്മാരുമായി ചേർന്നുകൊണ്ട് ഏകദേശം 200ഓളം വരുന്ന തങ്ങളുടെ AHPയുടെ അംഗങ്ങളുമായി ചേർന്നുകൊണ്ട് അവർക്ക് പ്രചോദനം നൽകിയത് പ്രവീൺ ഭായ് തൊഗാഡിയാജി എന്ന് പറയുന്ന ധീരനായിട്ടുള്ള ആ ഹിന്ദുത്വവാദി തന്നെയാണ്. ഹിന്ദുത്വവാദി എന്ന് വിളിക്കുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട. എന്തുകൊണ്ടാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ആ സംഘടനയുടെ രൂപം കൊണ്ടത്, അതിലേക്ക് നയിച്ചത് എന്തായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് കൃത്യമായിട്ടും ഉത്തരം കിട്ടും. അതായത് ഭരണം കിട്ടുവോളം ഹിന്ദുവിനെ താങ്ങി നടക്കുക, ഹിന്ദുവിനെ പ്രചോദിപ്പിക്കുക. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഹിന്ദുവിനെ പ്രചോദിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാഗ്ദാനങ്ങളുണ്ടല്ലോ, അത് വെള്ളത്തിൽ വരച്ച വര പോലെ ഉപേക്ഷിക്കുന്ന സന്ദർഭം വന്നതുകൊണ്ട് തന്നെയാണ് AHP എന്ന് പറയുന്ന അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ ഉദയം. അതിന് ഉദയം നൽകിയ പ്രവീൺ ഭായ് തൊഗാഡിയജിയുടെ ആ തീരുമാനം എന്നൊക്കെ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിലേക്ക് പോയതെന്നും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ മീഡിയ സെല്ലിന്റെ പൂർണ്ണമായിട്ടുള്ള സംസ്ഥാന ഉത്തരവാദിത്തം, അതല്ലെങ്കിൽ സംസ്ഥാന പ്രചാര പ്രമുഖ് എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തത് മറ്റൊന്നുകൊണ്ടുമല്ല. നോക്കൂ, എല്ലാ ഹിന്ദു സംഘടനകളുമായിട്ടും അതിന്റെ നേതൃത്വവുമായിട്ടും അടുത്ത ബന്ധം പുലർത്താൻ എനിക്ക് ഈ ചാനൽ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ സാധിച്ചിരുന്നു എന്ന് എല്ലാവർക്കും എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. അത് എന്നിട്ട് ഞാൻ ഇത്തരത്തിൽ ഒരു സംഘടനയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ഇവർക്ക് വേണ്ടി പ്രചാരണം നടത്താൻ വേണ്ടി മുൻപന്തിയിൽ നിന്നുകൊണ്ട് അത് തീക്ഷ്ണമായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് നയിച്ചത് മറ്റൊന്നുകൊണ്ടുമായിരുന്നില്ല. ഒരു സംഘടനയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുപോലെ അവരെ വിമർശിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുമെന്ന് എനിക്ക് കൃത്യമായിട്ടും അറിയാം. എക്സാമ്പിൾ, ഞാൻ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ ആ സംഘടനയുടെ വക്താക്കൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ വിമർശിക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഹിന്ദുത്വത്തിൽ വെള്ളം ചേർക്കുന്ന, ഹിന്ദുക്കളെ വഞ്ചിക്കുന്ന, ഹിന്ദുക്കളെ ചതിക്കാൻ വേണ്ടി വാഗ്ദാനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വാരി വിതറുന്ന, എന്നാൽ വായിൽ കൊള്ളാത്ത വാക്കുകൾ തള്ളു മാത്രമാണ് ഇവർ ചെയ്യുന്നതെന്ന് കാണുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ എനിക്കൊരു സംഘടനയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു ഇത്രയും നാൾ മാറി നിന്നത്. പക്ഷേ ഇനി അത് നടക്കില്ല. ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരേണ്ടതുണ്ട്. കാരണം നീ എന്ത് ചെയ്തു ഹിന്ദു സംഘടനയിൽ നിന്നുകൊണ്ട്, അതല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ, ആ ചോദ്യം ഉയരുമ്പോൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ നേതൃത്വം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എല്ലാവരും വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് AHPയുടെ ചുമതല ഏറ്റെടുത്തത്. ഇനി എന്തുകൊണ്ടാണ് AHP എന്നുള്ളത് വിവരിച്ചില്ല. നോക്കൂ, ഇവിടെ നടക്കുന്ന ഹിന്ദുക്കൾക്കെതിരെ, ഹിന്ദു സമുദായത്തിനെതിരെ, ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരെ നടക്കുന്ന ആ ധ്വംസനത്തിൽ ഇവിടെ നിലവിലുള്ള ഹിന്ദു സംഘടനകൾ എത്രത്തോളം കാര്യപ്രാപ്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വെറും വായിൽ കൊള്ളാത്ത വാഗ്ദാനങ്ങളും സോഷ്യൽ മീഡിയ തള്ളുകളും അല്ലാതെ ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തൊള്ളവിടൽ കൊണ്ടല്ല, തള്ളുകൊണ്ടല്ല, വായ കൊണ്ടല്ല പ്രവർത്തിക്കുന്നത്. കഴിയുന്ന രീതിയിൽ ശക്തമായി തീവ്രമായിട്ടുള്ള ഹിന്ദുവിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ആ ഉത്തരവാദിത്തം നിലവിൽ ഏത് സംഘടനയ്ക്ക് എന്ന് ഞാൻ പരതിയപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം തന്നെയാണ് AHP. അല്ലാതെ എനിക്ക്
PHP-യോടോ മറ്റേതൊരു സംഘടനയോടും ഒരു വിദ്വേഷമോ അതല്ലെങ്കിൽ ശത്രുതാ മനോഭാവമോ ഒന്നുമില്ല. എല്ലാവരും നമ്മളുടെ സഹോദര സഹോദരി സംഘടനകൾ തന്നെയാണ്. പക്ഷേ ഇവിടെ ഹിന്ദുക്കൾക്ക് വേണ്ടി വായിൽ കൊള്ളാത്ത വാഗ്ദാനങ്ങളോ സോഷ്യൽ മീഡിയ തള്ളുകളോ അല്ല ആവശ്യം. ഇനിയും ഹിന്ദുക്കൾക്ക് വേണ്ടി രംഗത്തിറങ്ങി കൃത്യമായിട്ടും പ്രത്യക്ഷത്തിൽ നമ്മൾ നടപടികൾ എടുക്കാൻ വേണ്ടി രംഗത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന ഈ ഐറ്റം ഉണ്ടല്ലോ, അത് കാശ്മീരിൽ പണ്ഡിറ്റുകൾ നേരിട്ടതിനേക്കാൾ വലിയ വേദനാജനകമായിട്ടുള്ള കൂട്ടപ്പലായനത്തിലേക്ക് എത്തിക്കുമെന്നുള്ള തീർത്തുമുള്ള ബോധ്യമുണ്ടല്ലോ. ആ ബോധ്യത്തിൽ തന്നെയാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിൽ ചേർന്നുകൊണ്ട് സജീവമായിട്ട് തന്നെ മുന്നോട്ട് വന്നുകൊണ്ട് നേതൃനിരയിൽ നിന്നുകൊണ്ട് തന്നെ പോരാടാൻ തീരുമാനിച്ചത് എന്ന് സധൈര്യം പറയുകയാണ്. എന്ന് മാത്രമല്ല, നിങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളതും എല്ലാവരും ഇത്തരത്തിലുള്ള സംഘടനകൾ HP എന്ന് മാത്രം ഞാൻ നിങ്ങളെടുത്ത് പറയില്ല. പക്ഷേ വെള്ളം ചേർക്കാത്ത സംഘടന വേണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ വേണം. അതിന് HP മാത്രമേ ഇന്നിൻ്റെ ഈ നാളിലുള്ളൂ എന്ന് എൻ്റെ ബോധ്യം കൊണ്ട് എൻ്റെ അനുഭവ സമ്പത്ത് കൊണ്ട് എനിക്ക് പച്ചയ്ക്ക് പറയാനാവും. ഇവിടെ എത്രയോ സംഘടനകളുണ്ട്. ഈ സംഘടനകൾ ഹിന്ദുവിന് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ വാരിക്കോരി എഴുതി വിടുക, തള്ളി മറിക്കുക എന്നല്ലാതെ എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന് പറയുന്ന മലയാള ഭാഷാ പിതാവിന്റെ പ്രതിമ ഈ നാടങ്ങാകെ സ്ഥാപിക്കുമെന്നും പറഞ്ഞ് രംഗത്തിറങ്ങിയിട്ട് നടന്നില്ലല്ലോ. വാരിയംകുന്നത്തെ കുഞ്ഞാമത് ഹാജി എന്ന് പറയുന്ന 1921 13,000-ലധികം വരുന്ന ഹിന്ദുക്കളെ വെട്ടിക്കൂട്ടി ജീവനോടെയും അല്ലാതെയും കിണറുകളിൽ കുത്തിത്താഴ്ത്തിയ ആ ക്രൂരന്റെ രണ്ടാമത്തെ സ്മാരകവും ഈ മലപ്പുറത്ത് ഞാൻ അടക്കമുള്ള, എന്നെ കാണുന്ന നിങ്ങളടക്കമുള്ള ആളുകൾ അടക്കുന്ന നികുതിക്കാശ് എടുത്തുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനപ്രകാരം ചോക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് 50 സെന്റിൽ നടക്കുന്നുണ്ട്. നമ്മുടെ നികുതിക്കാശ് എടുത്തുകൊണ്ട് അത് തടയാനാവാത്തത്? ഇത് തടയും, അത് തടയും, ഇത് നടപ്പിലാക്കും, അത് നടപ്പിലാക്കും എന്നൊക്കെ വായിൽ മൈക്ക് കിട്ടിയാൽ വാതോരാതെ സംസാരിക്കുന്ന തള്ളു നേതാക്കന്മാർക്ക് ഒരു താക്കീതായിക്കൊണ്ട് നമ്മൾ രംഗത്ത് വന്നുകൊണ്ട് സത്പ്രവൃത്തി ചെയ്യുന്ന, ഹിന്ദുവിന് വേണ്ടി നിലപാടെടുക്കുന്ന, ഹിന്ദുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന, തള്ളിലൂടെയല്ല കൃത്യമായിട്ടും പ്രവർത്തിക്കുന്ന സംഘടന, ആ സംഘടനയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക തന്നെയാണ്. ആ സംഘടന ഇന്ന് നിലവിൽ കേരളത്തിൽ ഏത് എന്ന് ചോദിച്ചാൽ ആകെ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അതാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത്. അതുകൊണ്ട് തന്നെയാണ് ആ സംഘടനയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, മുന്നിൽ നിന്നുകൊണ്ട് നയിക്കാൻ ഞാൻ തീരുമാനമെടുത്തത്. എൻ്റെ മാധ്യമ പ്രവർത്തന മേഖലയെ അതല്ലെങ്കിൽ എൻ്റെ ചാനലിനെ അത് ഒരുപാട് ബാധിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും ഞാൻ ഇനി മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇവിടെ ഹിന്ദുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോടോ നീ എന്ന് ചോദിക്കുമ്പോൾ, ആ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടുമല്ലോ. ആ ഉത്തരം നിങ്ങളുടെ മനസാക്ഷിയോട് മറുപടിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇല്ല, നിങ്ങളുടെ മനസാക്ഷിയെ സംതൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഹേ ഹിന്ദുവേ, നീ ആരെ കാത്താ നിൽക്കുന്നത്? നിനക്ക് 10, 40, 50, 60, 70, 80, 90 വയസ്സായിട്ടുണ്ടായിരിക്കാം. നിന്റെ ജീവിതം തീർന്നു. നിന്റെ വരും തലമുറ, നിന്റെ മക്കൾ, നിന്റെ മക്കളുടെ മക്കൾ, പേരക്കുട്ടികളുണ്ടല്ലോ, ഇവർക്കൊന്നും ഈ മണ്ണിൽ ജീവിക്കേണ്ടേടോ? ഇവിടെ മാറി മാറി ഭരിക്കുന്ന ഇടതും വലതും ഇനി എന്തിനേറെ ഞങ്ങളാണ് മൂന്നാം കക്ഷി എന്ന് പറഞ്ഞു വരുന്ന ആരായാലും അവരൊക്കെ നടത്തുന്ന മുസ്ലിം പ്രീണനം, ക്രിസ്ത്യൻ പ്രീണനം, ഈ പ്രീണനം ഹിന്ദുക്കളോട് ഇവർ ചെയ്യാത്തത്? ഹിന്ദു എന്നും കക്ഷത്തിലിരിക്കുന്ന സാമാനമാണല്ലോ. ഇവനൊക്കെ വേണ്ടത് ഉത്തരത്തിലിരിക്കുന്ന മറ്റേ സാമാനമാണല്ലോ. ആ ഉത്തരത്തിലിരിക്കുന്ന മറ്റേ സാമാനത്തിന് വേണ്ടി കക്ഷത്തിലിരിക്കുന്ന ഈ ഹിന്ദു എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരെ അടിമകളാക്കി വെക്കാൻ ഇനി ഒരു സംഘടനയെയും ഒരു ഹിന്ദുവും സമ്മതിക്കരുത്. അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന പ്രവീൺ ഭായ് തൊഗാഡിയാജിയുടെ അദ്ദേഹത്തിന്റെ സംഘടനയിൽ അംഗത്വം നേടുക, മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുക. അതിന് നിങ്ങൾക്ക് വളരെ ലളിതമാണ്. ഹിന്ദു ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന നമ്പർ ഇന്ന് ഈ നാട്ടിലെ ഏതൊരു കുട്ടിക്കും അറിയും. അത് ഈ വീഡിയോയുടെ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിക്കുക, എന്നിട്ട് പച്ചയ്ക്ക് തുറന്നു പറയുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആ ഹിന്ദു ഹെൽപ്പ് ലൈൻ നമ്പർ അറ്റൻഡ് ചെയ്യുന്ന അവരോട് നിങ്ങൾ ചോദിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടെങ്കിൽ മാത്രം ഈ HP എന്ന് പറയുന്ന അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് മുൻനിരയിലേക്ക് വരിക. അതല്ലെങ്കിൽ പിൻനിരയിൽ നിന്നുകൊണ്ട് നേതാക്കന്മാരുടെ മൂട് താങ്ങി 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 ഇത്രയും നാൾ നിങ്ങൾ ജീവിച്ചില്ലേ, ഇനി നേതാക്കളുടെ മൂട് താങ്ങാൻ നിൽക്കണ്ട. നിങ്ങൾ എല്ലാവരും നേതാക്കന്മാരാണ്, എല്ലാവരും രംഗത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടവരാണ്, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കേണ്ട പ്ലേയേഴ്സ് ആണ് നിങ്ങൾ. അല്ലാതെ ഇവിടുത്തെ കളി കണ്ട്
ഗാലറിയിൽ ഇരുന്ന് കൈയടിക്കാനും ആസനം താങ്ങിവിടാനും കളിക്കടാ കളിക്കടാ എന്ന് പറയാനും ഇനിയും നിന്ന് കഴിഞ്ഞാൽ നിന്റെ വരാനിരിക്കുന്ന തലമുറയുണ്ടല്ലോ, ആ തലമുറ ഇവിടെ അലമുറയിട്ടുകൊണ്ട് കരയും. കാശ്മീരിൽ നിന്നും പണ്ഡിറ്റുകൾ എങ്ങനെയാണോ കൂടും കുടുക്കയും കിട്ടിയത് കയ്യിലെടുത്തുകൊണ്ട് ഓടിയത്, ആ ഓട്ടത്തിന് ഇനി നിനക്ക് വലിയ സമയമില്ല ഹിന്ദുവേ എന്ന് മാത്രമേ പറയാനുള്ളൂ. ക്രിസ്ത്യാനിയുടെ അവസ്ഥ പിന്നെ എടുക്കാനുണ്ടാവില്ല. കാരണം ഇവർക്ക് ഇവിടുത്തെ ഹിന്ദു സംഘടനകളെയും ഹിന്ദു നേതൃത്വത്തെയും ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളെയും ഒക്കെ അവർക്ക് തരാതരം അവരുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും സഭാപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും മാത്രം ഉപയോഗിക്കാനുള്ളതാണ് എന്ന് ഇന്ന് ഹിന്ദു തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദുവിന്റെ പിന്തുണയില്ലാതെ ഒരിക്കലും ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് നിലനിൽക്കാനാവില്ല. ജിഹാദികൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അവരുടെ ഈ സമയാസമയം അതല്ലെങ്കിൽ അപ്പ കാണുന്നവൻ അപ്പാ എന്ന് വിളിക്കുന്ന ആ സ്വഭാവമുണ്ടല്ലോ, അത് ഹിന്ദു തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദുവിന് പോരാടാൻ ഉറച്ചുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങുക, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക. ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ഏർപ്പാട് ഹിന്ദുവേ ഇനി നിനക്ക് വേണ്ട. ഇനിയും നീ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ആളായി മാറുന്നുവെങ്കിൽ നീ മനസ്സിലാക്കുക, നിന്റെ വീട്ടിലേക്കും അധികം ദൂരമില്ല ജിഹാദിസം, ഇസ്ലാമിക കൊടുംഭീകരത, പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നു വരാൻ എന്ന ചിന്ത നിനക്കുള്ളിലുണ്ടെങ്കിൽ ദാ ഹിന്ദു ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കുക, അംഗത്വം നേടുക, പോരാടാനായി പോരാളിയായി ജീവിക്കുക, ഒരു നിമിഷമെങ്കിലും സിംഹമായി ജീവിക്കുക. അതല്ലാതെ ആർക്കും വേണ്ടാത്ത ചീഞ്ഞളിഞ്ഞ രീതിയിലുള്ള രൂപത്തിലുള്ള ഒരു മൃഗമായി ജീവിക്കാതെ ഇനിയുള്ള കാലമെങ്കിലും പോരാടാൻ ഉറച്ചുകൊണ്ട് രംഗത്തേക്ക് വരിക ഹിന്ദുവേ. ഹിന്ദു ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുക, അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിൽ അംഗമാവുക, നേതാവായി മുന്നോട്ട് വരിക, നയിക്കുക നീ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.